ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കല്ലുമ്മക്കായ എന്നാണ്. പക്ഷേ ഇതിൻ്റെ റിയൽ നെയിം അതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ട്രിവാൻഡ്രത്ത് ഇതിനെ ചിപ്പിത്തോട് എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു റെഡ് കളർ പെയിൻ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്പിത്തോടിൻ്റെ പുറം ഭാഗത്ത് ഈ ഒരു റെഡ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉൾഭാഗത്ത് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പുറം ഭാഗത്ത് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒന്നാമത്തെ ചിപ്പിത്തോടിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചിപ്പിത്തോട് എടുക്കുന്നുണ്ട്, അതിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര എണ്ണാണോ ഒരുപാട് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഉള്ളതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് അടിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷം അടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയില്ല. മാക്സിമം ഞാനൊരു 10-15 ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓരോന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അത്രയും ചിപ്പിത്തോടിന് ഞാൻ റെഡ് കളർ പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഈർക്കിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈർക്കിൽ നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇത് ഓലയുടെ ആ ഒരു ഇലയ്ക്ക് നിന്ന് കീറിയെടുത്തതാണ്. അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതേ ഒരു ചിപ്പിത്തോട് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഈർക്കിൽ ഡയറക്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ സംഭവം എന്തോ അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, അത് ഇളകി പോകായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാക്ക് ഉണ്ട്. ഈ ഒരു ഇത്തിരി ഗ്ലൂ തേച്ചതിന് ശേഷം കാണിക്കുന്നില്ല, ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുവാണേ. അത് ഇളകി പോകുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാം. കറക്റ്റായിട്ട് കണ്ടില്ലേ, കറക്റ്റായിട്ടൊന്നും ഇരിക്കത്തില്ല, നന്നായിട്ടൊന്നും കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ടൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഈർക്കിലിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ കുറച്ച് പേപ്പർ ചുരുട്ടി ഒന്ന് വച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മാത്രം ആവശ്യമുള്ളൂ. അത് നമ്മൾ ഈ ഒരു ചിപ്പിത്തോട് ഒട്ടിച്ചത് ഇത്രയും ഭാഗം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട്. വച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഇനി ചിപ്പിത്തോട് ഒട്ടിക്കുമ്പോൾ സംഭവം നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടും. അതിൽ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒട്ടി പിടിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ചതിന് ശേഷം അടുത്ത ചിപ്പിത്തോട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു അറ്റംപ്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ ആദ്യത്തെ ശ്രമമാണ്. ഇതുവരെ ചിപ്പിത്തോട് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്തിട്ടില്ലായിരുന്നു. കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കും, പക്ഷേ സംഭവം അതെനിക്ക് യൂസ് ആക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് ഗ്ലൂ തേക്കുന്നുണ്ട്. ആ ഒരു സൈഡ് ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് അടുത്ത ചിപ്പിത്തോട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം താഴെ വരുന്ന രീതിക്ക് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അടുത്തും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എത്രമാത്രം അതവിടെ സെക്യൂർഡായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അടുത്ത ഈ ഒരു ചിപ്പിത്തോട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഇത് തന്നെ ഇനി 2 ചിപ്പിത്തോടും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിട്ട് കിട്ടും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചിപ്പിത്തോടെന്ന് പറയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് വിളിക്കുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു തണ്ടിൽ
6 പെറ്റൽസ് ആണ്, അതായത് 6 ചിപ്പിത്തോട് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. പിന്നെ ഒരുപാടൊന്നും വേണ്ടാത്തവർക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം പെയിൻറ്റ് അടിച്ച് വയ്ക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ച് ചെയ്യാം. പക്ഷേ ഫൈനൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ നിൽക്കരുത്, അത് ഒട്ടും റെഡിയായി വരില്ല, ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഒരു പൂവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരു റോസാപ്പൂവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പൂവ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തോന്നി. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ടാണപ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ട്. ഇത് ആ ഒരു ടോപ്പ് പോർഷനൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കാൻ പോവുകയാണ്. അങ്ങനെ അതത്രയും നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സെക്യൂർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടിൻ്റെ പോർഷനിൽ നമുക്ക് എപ്പോഴും റോസാപ്പൂവിൻ്റെ ഒരു അടിഭാഗത്ത് ഒരു സംഭവം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, ഒരു ഇല പോലെയോ അങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട ട്രേ ആണ് എടുത്തിട്ടുള്ളത്, ഈ ഒരു പേപ്പറിലുള്ള മുട്ട ട്രേ. അപ്പോൾ അതെടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കൊന്ന് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു പൂവിൻ്റെ താഴ്ഭാഗത്തിരിക്കുന്ന ആ ഓരോ ലീഫും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് ചെറുതായിട്ട് നമ്മുടെ ആ ഒരു ഈർക്കിലിൻ്റെ ആ ഒരു തണ്ട് കയറ്റാൻ പറ്റുന്ന അത്രയും രീതിക്ക് ഒരു കുഞ്ഞു ഹോളൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാഞ്ഞിട്ട് ഈ ഒരു തണ്ടിൽ ഒരു ഗ്രീൻ കളർ പെയിൻറ് കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് ഐറ്റംസിൻ്റെ റീയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയതും പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെയൊക്കെ വീട്ടിൽ വെറുതെ എടുത്തെറിയുന്ന കംഫർട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ടും പിന്നെ റിങ്സിൻ്റെ ആ ഒരു ലിക്വിഡ് ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സൂപ്പർ വെറൈറ്റി ഐഡിയാസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാഞ്ഞിട്ട് ഷോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഷോൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. സാധാരണ ടോപ്പും അങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ലേ യൂസ് ആക്കാറ്. അപ്പോൾ ഈ ഷോളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും 1-2 ഷോള് നിങ്ങളുടെ അലമാരയ്ക്കകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ആ ഒരു കണ്ടില്ലേ, നമ്മുടെ എടുത്ത ആ ഒരു ലീഫിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ഞാൻ നമ്മുടെ ഈ ഒരു കത്രിക വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഈർക്കിലിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലൊന്ന് കയറ്റി അതിനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇത്രയും തന്നെ സെറ്റ് ചെയ്യുമ്പോൾ സംഭവം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. തീരെ ഹോള് വലുതാവാതെ നോക്കുക. നമുക്കറിയാമല്ലോ ആ ഒരു ഈർക്കിലിൻ്റെ എത്ര സൈസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ള ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത്രയും കണ്ടപ്പോൾ തന്നെ സത്യം പറയാമല്ലോ, മനസ്സിന് വല്ലാത്തൊരു തൃപ്തിയാണ്. കാര്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ചിപ്പിത്തോടിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഒരുപാടൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ചിപ്പിത്തോട് ഇത്രയും ഇരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കി വന്നപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഐഡിയ ഒന്നുമല്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ സംഭവം എനിക്ക് കിട്ടി. ഞാൻ ചിന്തിച്ചതിലും അപ്പുറം ഒരു അടിപൊളി റിസൾട്ടാണ് ഈ ഒരു വർക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, പിന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഞാൻ ചിന്തിക്കുന്നതിലപ്പുറമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ. സെറ്റല്ലേ, സൂപ്പറല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആരും ഇതൊന്നും കൊടുക്കരുത് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ ഒരു അടിപൊളി റോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഒരു റോസ് കൂടെ ഉണ്ടാക്കിയത്, അതധികം അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ ഒരു ചിപ്പിത്തോട് പൊട്ടിപ്പോയത്. അധികമൊന്നും ആരോഗ്യമൊന്നും കൂട്ടേണ്ട. ചിപ്പിത്തോട് തീരെ വെയിറ്റ് ഇല്ലാത്ത ആ ഒരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. പപ്പട പൊടിയുന്നത് പോലെ തന്നെ അത് പൊടിഞ്ഞു പോവും.
അതുകൊണ്ട് ഇതേ അടുത്തത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഞാൻ 3 റോസാപ്പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 3 റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ വിജയകരമായി ഈ ഒരു കാര്യം നടത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിപ്പിത്തോടാണ്. ഇനി ആരുടെ കയ്യിൽ ചിപ്പിത്തോട് കിട്ടിയാൽ കളയരുത്, കഴുകി ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക. ഇതുപോലെ സൂപ്പർ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിലും അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ തന്നെ കാണാം. ബൈ ബൈ.